പേപ്പർ വേണോ? ഇതിപ്പോ അടി അടക്കുന്നത് ഇപ്പൊ നോയിക്കും. ഇവിടെ അവനും എവളുമായിട്ട് എപ്പോഴും അടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പഠിക്കാൻ ഇവിടെ ഏരിയയിൽ പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വന്ന് അവൻ്റെ സാധനത്തിൽ തൊട്ട് ഇവള് കൊടുക്കില്ല തന്നെയാണ്, അവനും കൊടുക്കില്ല. അവൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സാധനം എടുത്താൽ ഇവള് നശിപ്പിച്ച് കളയും. അവൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവൾ പെൻസിലൊക്കെ എടുത്ത് തുമ്പൊക്കെ ഓടിച്ചാൽ കളയും. അപ്പോൾ അവൻ പറഞ്ഞ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എനിക്കത് നാണക്കേടല്ലേ അച്ഛാണെന്ന് പറഞ്ഞ് അവൻ്റെ സങ്കടം. എല്ലാത്തിനും കൊടുക്കും. ടീച്ചർ വല്ലപ്പോഴും ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൊക്കെ അവരൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇരിക്കും മക്കളെ കൈ കഴുകിക്കും. എടി അവനെ വിളിയടി, അവനെ ആരും മൈൻഡ് ചെയ്യണില്ല. എടി അവളെ കൈ കഴുകിയിട്ടേ. അതങ്ങ് അകത്ത് ഇങ്ങോട്ട്. അങ്കിൾക്കൊന്ന് കോരി കൊടുക്കൂ. ചെല്ലു പാവ അങ്കിൾ ഒറ്റയ്ക്ക്. അങ്കിളെ വേറെ ചൂടുവെള്ളം വേണോ? മോനെ എടാ പോയി കൈ കഴുകും. നീ എന്തിനാ ഇത് നിൽക്കുന്ന? നന്നായി ഇങ്ങനെ നിൽക്കും. ഓ ചെല്ലും. ചിക്കൻ ഞങ്ങൾ വെച്ചു, പക്ഷെ അത് ഫ്രൈ ആണ്. ഇവിടെ ഒരു ക്യാമറാമാൻ പോരെ, അവിടെ പോയിരുന്ന് കഴിക്കാൻ നോക്കി. പക്ഷേ ഇഞ്ചി കരിവേപ്പില ആട്ടുമ്പം ഇഞ്ചി കറിവേപ്പ് ആട്ടി അവസാനം 2 മാവും കൂടെ ഒന്നിച്ചാക്കുന്ന സമയത്ത് ആദ്യമേ അരയ്ക്കോ? എനിക്കറിയാം. അവളടിച്ചു ഇഞ്ചി ആദ്യം ഉഴുന്നിടും. ഉഴുന്നിന്റെ കൂടെ ചോറിടും. ചോറ് ശ്രദ്ധിക്കണം, റേഷനരി ചോറ് ഇന്നെ ഇടണം, എന്നാലേ ഈ മയം കിട്ടുള്ളൂ. മറ്റേ സുലേഖ ഈ മയം കിട്ടില്ല. എന്നിട്ട് അതിന്റെ ഉലുവ എപ്പോഴും കൊവുക്ക ഇടണം. ഉലുവ ഉഴുന്നിന്റെ കൂടെ ഉഴുന്നിന്റെ കൂടെ കൊവുക്കായിട്ടിട്ട് ആദ്യം ഉലുവയും ഉഴുന്നും ചോറും കൂടി അരയ്ക്കും. അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇഞ്ചി, പച്ചമുളക്, 2 പച്ചമുളക്, ഇച്ചിരി കരിവേപ്പില, ഒരു അരഞ്ഞു വരുമ്പോ ചോറ്. ഇല്ല ആര് പറഞ്ഞു? ഉഴുന്ന് അരഞ്ഞിട്ടേ ചെയ്യണം. അതെ, പക്ഷെ അങ്ങനെ അരയ്ക്കാൻ ഇങ്ങനെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒരു ടേബിൾ തോന്നു വരുമ്പോ നല്ലതാവും. ദോശ കൊള്ളാല്ലേ എനിക്ക് തോന്നുന്നു. നേരത്തെ ചോദിച്ചപ്പോ മനസ്സിലായി. അഭിപ്രായങ്ങളൊന്നും വന്നില്ല. ഇവിടെ എത്തവന്തായിരിക്കുന്നു ഒരു അഭിപ്രായം പറയാത്ത അവൻ മിണ്ടാതിരിക്കുന്നു. അവൻ എന്തു പറ്റി? കോമ്പിനേഷൻ ദോശ ആൻഡ് പോർക്ക് നല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എടാ നീ എന്തിങ്ങനെ തോണ്ടിയിരിക്കണേ? കഴിക്കണില്ല. കിള്ളി ഇരിക്കണം. ഇങ്ങനെ അലമ്പി ഇരിക്കണ എന്ത് പെട്ടെന്ന് കഴിക്കാത്ത എന്തെന്ന്. എന്റെ സംസാരം പക്ഷെ കൊല്ലത്തതും കൂടെ ചേർന്നേ വരൂ. തിരുവനന്തപുരവും കൊല്ലവും കൂടെ ചേർന്നേ എന്റേത് വരത്തുള്ളൂ. അപ്പം നമ്മൾ കഴിക്കുന്ന സ്റ്റൈല് നന്ദൂസേ വിശക്കുന്നുണ്ടോ? അല്ല അവൻ കഴിച്ചില്ല.
ആണല്ലേ? എനിക്ക് ദോശ തരാം. വാങ്ങിച്ചോ നന്ദേ? ലൈറ്റ് ആയിട്ടല്ലേ? അമ്മ, ഈ വേറെ താ. ലൈറ്റ് ആയിട്ട്. എന്റെ അമ്മയ്ക്ക് കട്ടിക്ക് ചുടാനേ പറ്റും. വേറെ താ, അമ്മ. എടാ, കുഞ്ഞാ ഓ, എന്റെ അമ്മോ. അത് നല്ല ദോശ. കറിയില്ലേ? കറി ഇതാ വരുന്നു. നീ ഇപ്പുറത്ത് വന്ന് എടുത്തോ, എന്നിട്ട് ആവശ്യമുള്ള എടുത്ത് കഴിക്ക്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാ. അല്ലെങ്കിൽ അമ്മ എന്തോ ചേച്ചി എന്ത് കേട്ടില്ല? അല്ല ഈ ഉമ്മയുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇത്രയാണ് ഇപ്പഴല്ലേ മനസ്സിലായി. ശോഭന വലിയ രീതിക്ക് പോകുന്നത്. ആകെ ലൈഫിൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളത് ഈ ഫുഡ് ഉണ്ടാക്കുന്ന മേക്കിങ്ങിന്റെ ടേസ്റ്റിൽ മാത്രമാണ്. ഇവിടുത്തെ മോളായിരുന്നു. കേട്ടില്ല. തട്ടുകട തുടങ്ങി. അല്ല എന്നോട് അപ്പുറത്ത് ഇതോട് ആ വീട്ടിലെ ചേച്ചി ഉമ്മാതി തട്ടുകട തുടങ്ങി. ഞാൻ പക്ഷേ സമ്മതിക്കൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഞാൻ അരിവേപ്പ് എവള് ഫുഡ് കോർണർ തുടങ്ങാനാണ് എവള് എപ്പോഴും മാക്സിമം പറയണം. ഈ ടേസ്റ്റില് ഉണ്ടാക്കിയ ആൾക്കാർ ക്യൂ നിൽക്കില്ലേ? സീരിയസ് ഇതായിട്ട് എവള് പറഞ്ഞു ഓൺലൈൻ വഴിയേ വീട്ടിലിവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓൺലൈൻ വഴി മറ്റേ സ്വിഗ്ഗി വഴി ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞ് ആ പരിപാടിയേ പറ്റൂല. സമ്മതിക്കൂല. ഫുഡ് കോർണർ എനിക്ക് അരിവെപ്പ് ചിക്കനൊക്കെ വെച്ചാലുണ്ടല്ലോ നമ്മള് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ നമ്മളോട് ചോദിക്കും ഇത് എങ്ങനെ വെക്കണേ. അപ്പൊ അതുപോലെ ചേച്ചി എപ്പോഴും ഇതിന് എങ്ങനെ അടി വെക്കണേ. ഈ പോർക്ക് വെച്ച് കൊടുത്താലൊക്കെ അവരൊന്നും കഴിച്ചിട്ടുള്ളതല്ല. നമ്മൾ ആദ്യം വെച്ചു കൊടുത്ത് കഴിക്കുമ്പോഴത്തേക്കും അമ്മ വല്ല മാജിക് പൗഡർ ഇടും. സാധാ വറുത്ത മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു നെല്ലി മസാല അത് മാത്രം ഒരു ചേർക്കണം. മല്ലിയില ഇല്ലായിരുന്നു. ഞാൻ മല്ലിയില ഇടും ഇല്ലായിരുന്നു. ഇന്നലെ ഇട്ട് വാങ്ങാനും മറന്നുപോയി. എനിക്ക് ആ ടേസ്റ്റ് പിടിക്കില്ല. എനിക്ക് ആ ടേസ്റ്റ് പിടിക്കില്ല. ഞാൻ ബിരിയാണിയിൽ മല്ലിയില ഇടും. എനിക്ക് മല്ലിയിലയും മറ്റേ വേറെ പുതിന ഇല ഉണ്ടല്ലോ, ഇത് രണ്ടും ഇട്ടുള്ള ഒരു പരിപാടി ഇഷ്ടമല്ല. ഓ എനിക്കിഷ്ടമല്ല പുതിന ഇല. എനിക്ക് ബിരിയാണി തിന്നുന്നതിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത അതിൽ ആ മറ്റേ കറകപ്പെട്ട പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇത് പറക്കി മാറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ഞാൻ വെക്കും. മല്ലിയിലുണ്ട്, ദോശമല്ലിയുണ്ട്, ആ. പിന്നെ എന്തുവാ റോസ്മേരിയുണ്ട്, ബേ ലീഫ് ഉണ്ട്. അവിടെയാ UK-ല്. എല്ലാ സാധനവും കരിയാപ്പല എല്ലാ സംഭവങ്ങളും ഇംഗ്ലീഷ് പറഞ്ഞോ. ഇംഗ്ലീഷ് പഠിക്കാൻ പറയും. മലയാളത്തിൽ പറഞ്ഞു. ഇംഗ്ലീഷ് മീഡിയം തന്നെ, പക്ഷെ അവൻ ആയി വരണല്ലേ ഉള്ളൂ. അപ്പൊ പേര് ചോദിക്കുന്നതിന് ഇംഗ്ലീഷില് പേരെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കണേ? ഇനി മലയാളത്തില് എന്നാ ചോദിക്കണേ? വേറൊരു കാര്യം ക്വസ്റ്റ് ചോദിച്ചാൽ അത് തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഇനി അടുത്തൊരു മലയാളത്തിൽ ക്വസ്റ്റ് ചോദിച്ചേ. ചേട്ടാ എവിടെ താമസിക്കുന്നു ചോര് ചോദിക്കേ ചേട്ടാ എവിടെ താമസിക്കണമെന്ന് മലയാളത്തിൽ ചോദിച്ചിരുന്നു. പക്ഷേ ദോശ വേണോ? അല്ല മലയാളത്തിൽ ചോദിക്കാൻ. അങ്ങനെ ദോശയുണ്ട്. ഞാൻ ചുടാനായിട്ട് ഈ പാത്രം വേണം. ഇത് വെക്കാനേ. ചോദിച്ചേ. അപ്പൊ അതുകൊണ്ട് എടുത്തതാ. അപ്പൊ കൊടുക്കണം. അല്ലാതെ കുഞ്ഞും കഴിച്ചില്ലല്ലോ. ഭാര്യ കൊടുക്കണം. എന്താ ഇവിടെ പരിപാടി? ഈ കളർ പെൻസിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. ഈ പെൻസിലൊന്നും കൊടുത്തിട്ട് കൊണ്ടുവന്ന ആളിവിടെ ഉറക്കം വരുന്നോ? അയ്യോ ആ ഫാൻ ഇടാത്തത് ചുമ്മാ ഇരടായി. ഇപ്പം അവള് കയറി അതല്ലേ പിന്നെ അടുത്ത് വരുന്നത് നിങ്ങൾ UK എന്നല്ലേ വന്ന? അത് പായസം കേട്ടെ. ആ കുഴപ്പമില്ല, വാ കഴിവണ്ട. അങ്ങനെ അതല്ല ഞാൻ നില്ലേ നമ്മൾക്ക് നിങ്ങൾക്ക് തന്നതെല്ലാം സ്റ്റീൽ ഗ്ലാസും സ്റ്റീൽ പാത്രങ്ങളാണ്. അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ആണല്ലോ. അത് ഞാൻ റൂമിൽ നിന്നപ്പോഴാണ് ആലോചിച്ചത്. നമ്മുടെ പയ്യൻ അവ ആലോചിക്കുക, അവൻ സ്റ്റീൽ ഗ്ലാസ് എടുത്ത് നോക്കണുണ്ട്. അല്ല വീട്ടിലത് ഉപയോഗിക്കും. ഇല്ല. ബിക്കോസ് അല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അവിടെ ഫുഡ് ചൂടാക്കിയല്ലേ കഴിക്കുന്നേ. ഇപ്പൊ മൈക്രോവേവ് ഈ പ്ലേറ്റ് വെക്കാൻ പറ്റില്ലല്ലോ. So നമുക്ക് ചൈന മറ്റേ ഈ വസ്തു ഇങ്ങനത്തെ പ്ലേറ്റ്. അല്ല ഞാൻ നോക്കിയപ്പം ചായ കൊടുത്തപ്പോൾ മാത്രം മറ്റേ
ഗ്ലാസ്. ബാക്കി മൊത്തം വെള്ളം കൊടുത്തതും പാത്രം ആഹാരം കഴിച്ചത് എല്ലാം സ്റ്റീൽ പാത്രം. അതോടെ ഭയങ്കര തണുപ്പ്. നമ്മളിവിടെ മൊത്തം സ്റ്റീൽ പാത്രങ്ങളാണ്. മൈക്രോവേവ് 2 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് സേഫ്റ്റിക്ക് നമുക്ക് ഫുഡ് ചൂടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ എല്ലാരും പറയും സ്റ്റീൽ പാത്രത്തിനെ പുച്ഛിക്കുന്നവരാ കൂടുതൽ. അപ്പൊ അതുകൊണ്ടാണ് ഇഷ്ടം. പക്ഷെ ഉപയോഗിക്കാൻ മേലാത്തോണ്ടാണ്. നല്ല നമുക്ക് സമ്മറിന്റെ സമയത്ത് നല്ല ചൂടായിട്ട് ഫുഡ് ഇപ്പൊ കഴിക്കാൻ ഉണ്ടാക്കും. നമ്മുടെ ഈ പണ്ടത്തെ ചായക്കടയിൽ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു പ്ലേറ്റിന്റെ അകത്ത് ഇങ്ങനെ 3-4 ലൈക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ടായിട്ട് കറി ഒക്കെ വെക്കുന്ന നല്ല എക്സ്പെൻസീവ്. ഞാനവിടെ UK 3 മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പക്ഷെ നല്ല ചൂടുള്ള സമയത്ത് കൊതി തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ കറിയൊക്കെ ഇട്ടിട്ട് കഴിക്കും. അങ്ങനെ വലിയ തക്കളും ഇങ്ങനെ ആ പ്ലേറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഫുൾ പ്ലേറ്റിൽ കഴിച്ചാൽ നമുക്ക് ഇവിടെ സ്റ്റീൽ പാത്രങ്ങൾ ഗ്ലാസ് ആണെങ്കിലോ പ്ലേറ്റ് ആണെങ്കിലോ പെൻസിലെല്ലാം അവള് തിരിച്ചു വാങ്ങിച്ചാ എന്തോ. എനിക്ക് തോന്നി അവള് പെൻസിലെല്ലാം തിരിച്ച് മേടിച്ചു. സംഭവം കളർ പെൻസിലെല്ലാം കൂടെ അവള് തിരിച്ച് പതുക്കെ മേടിച്ച കോളുണ്ട്. എടി നിന്റെ തുണി അത്രയും നനയുന്നു. ആ കോട്ട് എടുത്തിടാത്തത്. അമ്മ കഴിവാൻ പോയപ്പോ എന്തോ വെച്ച് തേച്ചു ഞാൻ ഭയങ്കര ചൂടൊന്ന്. എടാ ഇതാണ് കേരളം. ചൂട് അവൻ ചൂടത്ത് നിന്നതൊക്കെ അവൻ വെന്തു പോകണം. അവനക്ക് ഇതൊരു ചൂടാണോ? നമ്മളെ ചാനൽ കാണുന്നവർ നമ്മളെ ടെറസിൻ്റെ മേലെ എപ്പോഴും ചോദിക്കുമെന്ന് അവള് പറയുന്ന കേൾക്കാം. ഒരു വലിയ ഹാപ്പി ന്യൂസ് കാണിച്ചു തരാം. ഹാപ്പി ന്യൂസ് കാണിച്ചാൽ നീ ഇവിടെ നിന്ന് എടുത്ത് താഴെ ചാടുമോ? നമ്മളെ പുളി കാച്ചിട്ടുണ്ട്. എവിടെ നീ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു 1-2 കാ നിൽക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ട. നമ്മളെ പുളി കാച്ച്. കേരളത്തിൽ വന്നിട്ട് അവനെ കൊതു കുത്തി റെഡിയാക്കിയത്. വേപ്പ് മരത്തിന്റെ ഇല ഇത് വേണോ? ഞാൻ പറഞ്ഞ ആ ചെറുതീന്ന് എടുത്തോളാം. ആംഗിളിന്റെ അവിടെ ഒരു വയസ്സില് അത് ഇപ്പോഴും കറുത്ത് കിടക്കുക. കാണിച്ച ഷോ പിന്നെ മോസ്കിറ്റോ ബിറ്റഡ് ഓൺ യു വെൻ യു ആർ 1 year old. It's black spots in your legs. എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ? അടിപൊളി. കൊള്ളാം. നമ്മളെ വീട് അറ്റ്മോസ്ഫിയർ അല്ലല്ലോ, നമ്മളെ വീട് വൃത്തിയായിരിക്കണത് ഭയങ്കര ഇതുള്ള ആളാണേ. എന്റെ ഒരു മെന്റാലിറ്റി തന്നെയാണ്. എന്റെ എല്ലാവർക്കും അറിയാം. നമുക്ക് വീട് അത് അങ്ങനെയാണ്. ഇതിപ്പം നിങ്ങൾ വന്നോണ്ടേ നമ്മൾ എപ്പോഴും തുടച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അല്ല, നമ്മുടെ ഹിന്ദു ട്രഡീഷനിൽ പറയുന്നത് ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വന്നമെങ്കിൽ നമ്മുടെ വീട് ക്ലീൻ ആയിരിക്കണം. ലക്ഷ്മി ദേവി നമ്മുടെ പരിസരം, നമ്മുടെ വീടിന്റെ പരിസരം എന്തു പറയും? അമ്മ പണ്ട് പറഞ്ഞ എന്റെ മുത്തശ്ശി പറയായിരുന്നു, അവന്റെ നോക്കി ഇറങ്ങാൻ പറ, പിടിച്ച് സൂക്ഷിക്കാൻ പറയണേ. കാര്യം ഇവിടെ ഒരു പടി പറഞ്ഞിരിക്കുന്നു. നമ്മളെ ആള് വന്നാൽ വെക്കും. വെൽഡറിന് ഇത്തിരി താമസം. നോക്കി ഇറങ്ങും. ഇവര് ചെരുപ്പിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഓടിയാൻ ഏട്ടാ കാല്. ഈ ഡോറയ്ക്ക് എന്ന് പറയുന്നത് അവർക്ക് മീറ്റ് ഇൻഫെക്ഷൻ ആകുമെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് 6 മാസത്തെ റിപ്പോർട്ടിലായിരുന്നു. ഇവിടെ ഒരു മെഡിസിൻ റേറ്റ് എത്രയാണ്? ഇങ്ങനെയുള്ള ഒരു ഡ്രിങ്കിന് പോലും 1200-1300 ഈവൻ ഷെല്ലിൽ ടിക്ക് പോകുന്ന ഒരു ഗുളികയ്ക്ക് പോലും മെയിൻ്റനൻസ് അനുസരിച്ചാവും. ഒരു ഗുളിക കുറഞ്ഞ 1900 രൂപയാവും. ഈ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് നമ്മൾ 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എത്ര രൂപയെന്ന് അറിയിച്ചാൽ അവർക്ക് നഷ്ടം. പ്രോഫിറ്റ് ഇല്ലെന്നല്ല, നഷ്ടമായി. കയ്യിൽ നിന്ന് നമുക്ക് ഒരു 40-50,000 രൂപ നമ്മൾ ചെലവാക്കിയത് നമ്മളെ പ്രതീക്ഷ എന്താ? കുഞ്ഞ് ഇറങ്ങുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇതൊരു എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഭൂമിയിൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പച്ച റിബണും മഞ്ഞ റിബണൊന്നും കെട്ടല്ലോ കേട്ടാ. ചെരുപ്പ് അതിപ്പോ അവരവിടെ നിന്ന് കൊണ്ടുവന്ന് ഞാൻ എന്തൊരു പറയാം. ഭക്ഷണം കഴിച്ചാ അത് വലുതമ്മ.
ഒന്നാമത് നിങ്ങൾ നടക്കുന്നത് തപ്പി തപ്പി, അതിൻ്റെ ഇടയ്ക്ക് ആ വലുതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പാ വീഴും. ഞാൻ അതല്ലേ പറഞ്ഞത്, വീഴും. സാധാ ചെറുതിട്ട് കഴിഞ്ഞാൽ തന്നെ വീഴുന്നു. അപ്പോഴാണ് ഈ വലുതിടുന്നത്. അത് സംഭവം നമ്മൾ ഇവിടത്തെ സൈസ് 7. നിറച്ചു കൊടുക്കാം. വെയിറ്റ്. നെല്ല മക്കളെ, അമ്മ ദേണ്ട അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്ന വീഡിയോ എടുക്കും. ചൂട് കയറി ചാവും. എന്തരന്ന്? ഈ പുതപ്പ് ചൂടൊന്നും. അയ്യോ, അത് പിന്നെ ചൂടല്ലയോ? ചൂട് കാണും. എന്താ മക്കളെ കൊണ്ടുപോയി അച്ഛൻ ഒരു വട്ടം പറഞ്ഞത് കേൾക്കും. പറയുന്ന കേള്. ഇത് ഭയങ്കര ചൂടാണ്. ഒന്നാമത് ഇപ്പൊ ചൂടും, അത് മഴ സമയത്തുള്ള ഇതേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? നനഞ്ഞു വീഴും. ഞാനിപ്പം കഴിയുന്നത് അവിടെ വൈക്കിങ്. ഞാൻ അത് കയറി പിടന്ന് പിടിക്കണ്ട. പോട്ടി നീ ഇപ്പൊ പറഞ്ഞിട്ട് എന്തൊരു ഇത് ഇവിടുന്ന് കൊണ്ടുവന്നല്ലമ്മ. ഇത് വേറെ രാജ്യത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇന്ത്യ എന്റെ രാജ്യം, അതുപോലെ UK എന്റെ രാജ്യം. അയ്യോ എനിക്ക് പോലും വലുത് നോക്കിയാണ്. ഞാൻ അതല്ലേ പറഞ്ഞേ, ഞാൻ ഉള്ളത് തന്നെ. അയ്യ അല്ലമ്മ, എനിക്കും വലുത്. എനിക്കും നിങ്ങൾക്ക് 7 അല്ലേ? ഇതാ എനിക്കും വലുത് കണ്ടോ? എനിക്കും വലുത്. അത് ആരെടുത്ത് മേളി വെച്ചിരിക്കുന്നത്? ഞാൻ വെച്ചിരിക്കുന്നത് കൊണ്ടുപോകും. എന്തിര്? ശരി, ഞാൻ അകത്തോട്ട് പോട്ടെ. കൈമാറ്റാ കാണും. കൊണ്ടാന്നേക്ക് അവിടെ കാണും. എന്തിന്? ഇല്ല വെച്ചില്ല. തുണി അവിടെ വെച്ചോ? ഇല്ല വെച്ചില്ല. നോക്കിട്ട് വരാം. എന്തിന്? ഈ വ്യാപാരൊക്കെ അതാ പിള്ളേര് കീറിയിട്ട. ഇറങ്ങി പോക്കോളാൻ പറയും. ഇവിടെ കണ്ടാ അങ്ങോട്ട് ഇല്ലേ ചോദിച്ചാ? ഓക്കെ. അമ്മ ഇങ്ങനെ അതേണ്ട ഇങ്ങനെ പിടിച്ച കൈ കൊണ്ട് ഇങ്ങനെ പൊങ്ങട്ടെ അങ്ങനെ പൊങ്ങട്ടെ. അടുത്ത് വെച്ചെടുത്തോ? ഫോട്ടോ എടുത്താ അങ്ങനെയൊക്കെ തിന്നല്ലോ. ഫോട്ടോ എന്ന് വരും നീ ഓലക്കൂഴ. ഒരു പാട്ടുണ്ടല്ലോ, എന്ന് വരും നീ ആശക്കിളി. എല്ലാവരോടും ബുധനാഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഘട്ടത്തിലാവും. എല്ലാരേലും ബുധനാഴ്ച വന്ന എന്തൊരു ആദരിക്കുന്നേ. ചുമ്മാ അടിപ്പാവാട ഓണകം വാങ്ങിക്കാനാണ് അവരുടെ പറയണത്. മിണ്ടായിരിക്കുന്നേ. ഇനി പുറത്തൊന്നും
കുഴപ്പമൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഉണ്ടായിരുന്ന മഴ സമയത്ത് മൂടായിരുന്നു. നമ്മളെ ഒരാളല്ലേ ഉള്ള നമുക്ക് ഇത് മതി. ഇത് സൂചി വെച്ചിട്ടാ ഇത് ഞാൻ കഴിവില്ല. എന്നെ കൊണ്ട് കഴിവാൻ പറ്റൂല. പിന്നെ ആര് കഴിവണത്? എന്നെ കൊണ്ട് അതെ തന്നെ, നിങ്ങളെ കൊണ്ട് പറ്റില്ല. പിന്നെ ആര് പോടാനും ഏറ്റിപ്പിക്കാനും പിഞ്ഞെടുക്കാനും എന്റെ അത് തന്നെ അമ്മ ഇതൊക്കെ ആര് ചെയ്യണത്? എന്നെ കൊണ്ട് പറ്റൂല. ആര് ചെയ്യണത്? നീ ചെയ്യോ? പിന്നെ ആരാണ് ചെയ്യണത് ഇവിടെ? നീ ചെയ്യുമെന്നാ പറഞ്ഞത്. ഞാൻ അത് ആ മൂടുകൊള്ളും. ഇതങ്ങ് അലമരിക്കകത്ത് വച്ചിട്ട് അത് എടുത്ത് വെച്ച മൂടുകൊള്ളും. ഞാനകത്ത് 2 പിള്ളേരുള്ള കാണിച്ചു ചോദിച്ചേ. ഞാൻ തേച്ച് തരുന്നതായിരിക്കും. പിള്ളേരെ കാണിച്ചോ? അല്ല നീ പോയി കുളിച്ചിട്ട് വരാൻ ഞാൻ മൊത്തം മധുരമുണ്ടത്, മധുരമുണ്ട്. പിടിച്ചേ കേറിയത് ആകെയുള്ളൊരു ഗുണം ഷെയർ ചെയ്യലാണ്. മണപ്പിക്കണേ. അവനും എടുക്കും. ശരിയാ. വലുത് പറിച്ചു. ഇത് മണമേ ഏതാ മണപ്പിക്കാൻ? ഇത് മണമുണ്ട്. നാട്ടം പോയി മണമായി. അതേ എന്റെ ഇപ്പുറത്തേക്കുന്ന വലുത് അമ്മ അതിന്റെ അത് തന്നെ പെണ്ണ് മാത്രം മണപ്പിച്ചാൽ മണമുണ്ട്. എന്തായാലും സ്പ്രേ അടിച്ച് കുളിപ്പിച്ചല്ലേ പെണ്ണെ മണപ്പീരെന്ന്. പെണ്ണെ മണപ്പീരെന്ന്. ഈ പെണ്ണിന്റെ മണപ്പിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ ഇച്ചിരി കറുത്തോ, പക്ഷെ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ വെളുക്കും. ഈ ക്രീമൊക്കെ തേച്ചിരട്ടെ. എന്റെ അമ്മേനെ ഞാൻ വെളുപ്പിക്കാൻ പോവാ. അമ്മേനെ ഞാൻ മാതാമയാക്കി കൊണ്ടുവരും ഇവിടെ. അല്ല അതല്ലെങ്കിലും വെളുക്കും. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ ഡിഫിക്കൽറ്റി അല്ലേ? ചോദിച്ചേ മേക്കപ്പ് ആർട്ടിസ്റ്റ് അമ്മേനെ ഞാൻ തേപ്പിക്കാം. ഇങ്ങ വാ. നാളെ ആര് ഈ സമയത്ത് ആര് ഈ ക്രീം കൊണ്ട് തരും? ഞാൻ തന്നേക്കുന്ന ക്രീം തെക്കുന്നതാ മൊത്തം കയ്യിലും. അയ്യോ മുഖോട്ട് അങ്ങോട്ട് പോകണ്ട. ഇവിടെ നിന്ന് ഇനി വലുതൊരു പ്രത്യേക മധുരമില്ലേ? കഴിച്ചു വെക്കോ? ഇനി ഇങ്ങനെ തേച്ചേ ഇങ്ങനെ പിള്ളേർക്ക് കൊടുക്കുമ്പോഴേ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തേ. അകത്ത് വാഷ് പീസ് ഉണ്ട്. അകത്തുനിന്ന് കഴിവാൻ തേച്ചോ ഇങ്ങനെ. അമ്മ തേച്ച് പറ്റിച്ചേ. അമ്മ ഞാൻ കയ്യിലാക്കൂല. തേച്ച് പറ്റില്ലേ? തേച്ചോ ഒരു കൈ ഇവിടെ 2 കൈ കൊണ്ട് തേര്. അങ്ങനെ ഇങ്ങനെ കാണിച്ചിടാവേ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് കണ്ണടി ഇടപ്പോ കണ്ണ് കാണിക്കുന്നത്. ഇങ്ങനെ ഇവിടെ നോക്ക്. ഇങ്ങനെ തേച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്നു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ തേച്ച് കഴിഞ്ഞു. സൂപ്പർ. നമ്മൾ വെളുക്കാൻ തുടങ്ങാണ്. അതാ നെഗറ്റീവിനാണ് ക്യാഷ്, പോസിറ്റീവിന് ക്യാഷ് ഇല്ല. കണ്ടോ നോക്കിയേ മേക്കപ്പ് ഒക്കെ കണ്ടോ നോക്കിക്കേ എത്ര വെളുത്തെന്ന് നോക്കിയേ. വെളുത്തോന്ന് ചോര്. വെളുത്താ വെളുത്തു ഞാൻ മോൻ വെളുത്ത് കുടുംബം വെളുത്ത് അവര് ബുധനാഴ്ച വരുമ്പോ മാറ്റോണ്ട് വരണേ. എന്തേലും വാങ്ങിച്ചോണ്ട് വരണം. ബുധനാഴ്ച ഇത് മേടിച്ചോണ്ടത്. വയസ്സാം കാലത്ത് ചില്ലറ കൊതിയൊന്നും അല്ലല്ല. ഈ എല്ലാ ബുധനാഴ്ച പിടിക്കല്ലേ അമ്മ. ഞായറാഴ്ചയും കൂടെ പിടി. എല്ലാ ബുധനാഴ്ച ഇനി ബുധനാഴ്ച വരുമ്പോ മാറ്റോണ്ട് വരണേ. ബുധനാഴ്ച മേടിച്ചോണ്ടേ. ഞാൻ മരം നോക്കിയിടാം. എന്നാ പറഞ്ഞേ? കണ്ണാടി ഒതുക്കിയിടാന്ന്. കണ്ണാടി നോക്കിയിടാം. ഈ ഒരു ക്രീം വെക്കാനുള്ള സ്ഥലം അലമാരിയിൽ വേണ്ടേ? അതമ്മ റെഡിയാക്കി ഇടും. അതെ അതായത് കണ്ണാടി വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ആരുടെ ഫോൺ അടിക്കണേ?
ആരുടെ ഫോണ്? വലുത് മധുരയില്ലേ? ഇല്ല. അപ്പൊ ഇനിയും വലുതാവും. ഈ സൈസ് ആവും. പക്ഷെ നമുക്ക് ആ സൈസിന് കിട്ടുന്ന റയറാ. വവ്വാലും ഉണ്ടു കാറിനകത്ത്. ആണോ? അയ്യോ, ഇതൊന്നും അങ്ങനെ വെറുതെ 2-3 മണി. ആ സാരി നീ എടുത്ത് ഉടുക്കണേ. എനിക്ക് വേണ്ടമ്മ, നിങ്ങൾക്ക് വാങ്ങിച്ച സാരി നിങ്ങൾ ഉടുക്കണം. പോണേ, അത് പഴമല്ല, അത് എന്നെ കൊണ്ട് സാധിക്കും. ജമ്പർ ഞാൻ തച്ചു തരാം. നിങ്ങൾക്ക് വാങ്ങിച്ച സാരി നിങ്ങൾ ഉടുത്താൽ മതി. എനിക്കത് ഉടുക്കായി അറിഞ്ഞുകൂടാ. ഞാൻ ഉടുത്തു തരാം. അമ്പലത്തിൽ പോകുമ്പോഴേ അത് ഉടുപ്പിച്ച് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അത് ഉടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വേണ്ടെന്ന് പറയാം. എനിക്ക് ഈ വലിയ സരിയൊന്നും ഉടുക്കാനില്ല. ഞാൻ ഉടുത്തു തരാം. എനിക്ക് വേണ്ട, നീ കൊടുത്തു. ഞാൻ ഉടുത്തു തരാം. ഇതെന്താ ഇങ്ങനെ കിറിഞ്ഞതുപോലെ ഇരിക്കണ? ആ, പ്രൈവസി ഇല്ല. സാധാരണ നമ്മൾ ഈ സമയത്ത് ഒരു 60 തവണ സംസാരിക്കുമല്ലോ. മഴ സമയത്തെ മൂടാക്കുള്ളൂ. മഴ സമയത്താണ്. ഞാൻ മരക്കകത്തോന്ന് വെച്ചിട്ടും വന്നവരൊക്കെ ഇഷ്ടപ്പെട്ടാ? വന്നവരെയൊക്കെ ഇഷ്ടപ്പെട്ടു. അവര് പോണില്ലേ? ഇപ്പം കുറച്ച് കഴിയുമ്പോഴേ പോവുള്ളൂ. ചോറൊക്കെ തിന്നിട്ട് പോകും. നേരത്തെ പറഞ്ഞു ഇവിടെ പോണേ. ഉറക്കെ പറയമ്മ കേട്ടു. നേരത്തെ പറഞ്ഞു ഇവിടെ പോണേ. നിനക്കെന്തോ എന്താ വേണ്ടേ? അവര് വന്നത് വേണ്ടേ? ഇവിടെ വേണ്ടേ? വന്നത് വേണ്ടേ? അമ്മ മറ്റേ കള്ളത്തരം പറഞ്ഞു. ഇവര് വരും. ഒരു വരട്ടെന്നാ? വരണ്ടെന്നാ? ഇത് വരട്ടാ. ഏതെങ്കിലും ഒന്നിലും ഉറപ്പില്. ബുധനാഴ്ച വട്ട്. അല്ല, ഇന്നിപ്പോ അവര് നിക്കുന്നതിൽ കുഴപ്പമുണ്ടാ? ഇന്ന് നിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അവരിപ്പോ പോവും അമ്മ. അവര് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോവും. നിങ്ങൾ അവരെ കൂടെ പോണാ? ഞാൻ പോണില്ലേ? അവര് നിങ്ങളെ കൊണ്ടുപോകാൻ നിൽക്കുന്നു. പോണില്ലേ? ഞാൻ വിമാനത്തിൽ കയറി പറക്കാം. പോണാ? ഞാൻ മാനത്ത് നോക്കാൻ മാനത്ത് നോക്കാനല്ല, ഞാൻ പോണില്ല. അവരൊക്കെ കൂടെ അവിടെ ഞാൻ പോണില്ല. കൊടുക്കടാ നന്ദേ. അല്ല, അവിടുത്തെ പോട്ടെ. നീ ഇപ്പൊ കൂടെ അവളെ ഗിഫ്റ്റ് അല്ലേ? നിന്റെ ബോൾ അവിടെ എടുക്കാൻ വന്നാ? ഇല്ലല്ല, ഇതൊരു ശല്യങ്ങളല്ലേ? പറ. അവന് ഞാൻ കേട്ടോ ഒന്നും പോവില്ല. എവര് വന്നപ്പം എന്തേരി പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എവര് വന്നപ്പം എന്താ തന്നല്ലേ? എന്റെ അടുത്ത് വന്നില്ലെന്നാ? എന്തിരുന്ന് എന്റെ അടുത്ത് ഒരിയിലും കാപ്പ് കുടിച്ചതിന് ശേഷം വന്നില്ലെന്ന. ആര്? ഞാനാ? എവര്? അവര് വന്നല്ല. ഒരിയില് വന്നു. ഒരിയില് വന്ന നീ വന്നില്ലേ? ഞാൻ പിന്നെ ആൾക്കാർ വീട്ടിൽ വരുമ്പോ പിന്നെ നമുക്ക് അവരെടുത്ത് സംസാരിക്കണ്ടേ? അവരൊക്കെ അത് കറിയേറ്റ് നോക്കി. ഞാൻ ബുധനാഴ്ച വരാൻ പറഞ്ഞു അവരോട്. ബുധനാഴ്ച രശ്മി ചേച്ചി, യോ എനിക്ക് വയ്യേ. രശ്മി ചേച്ചി, കുഞ്ഞി വാ. വാ. ആ ആന്റീരിയിൽ അമ്മ വിളിക്കണം പറ. ഞാൻ ഒരോടും പോണില്ലേ? അവര് നിങ്ങളെ കൊണ്ടുപോകാനാണ് നിക്കണത്. ഞാൻ ഒരോടും കടപ്പുറത്ത് അങ്ങോട്ടൊക്കെ കടപ്പുറത്ത് പോണില്ല. കടപ്പുറത്ത് പോണ്. നിങ്ങളെ കൂടെ കൊണ്ടുപോകാനാണ് പറയണത്. ഞാൻ പോണില്ലേ? ഞാൻ വിളിച്ചാലും വരൂല. ഞാൻ കടപ്പുറത്തൊന്നും വരണില്ലേ? നല്ല ബോള് കേട്ടാ, നല്ല ക്വാളിറ്റി ബോള്. ബാസ്കറ്റ് ബോളോ? അത് മാറ്റി അമ്മരെ കൊടുത്താണ്.
മമ്മി മടിയിൽ വെച്ചേ അല്ലെങ്കിൽ വീട് TV ഒക്കെ ഇരിക്കും പുതിയത് വാങ്ങാൻ. അത് ബാസ്കറ്റ് ബോളാണ്, ഫുട്ബോൾ അല്ല. അങ്ങനെ വാങ്ങിച്ചു കൊടുത്താല് പന്ത് വെച്ച് കളിക്കാൻ നാളെ നിങ്ങൾക്ക് കളിക്കാൻ പന്തായില്ല. എനിക്ക് ഞാനാ ഓ ഞാൻ എന്താ കളിക്കണേ എനിക്ക് അറിയൂല. ഒന്നും കൂടെ പറ. ഇവർക്ക് ഒരുപാട് പൈസ എന്തിന്? ഇവർക്ക് ഒരുപാട് പൈസ ഉണ്ടോ? ഇവർക്ക് പൈസയൊന്നുമില്ല. ഇവര് ചുമ്മാ, ഇവർക്ക് പൈസയൊന്നുമില്ല. പിന്നെ ഇവര് ആരെയും കടമൊക്കെ വാങ്ങിച്ചിട്ട് വന്നേക്കുന്നത്. 5ന്റെ പൈസയൊന്നും ഇല്ല അവരെ കയ്യില്. പിന്നെ അതേ നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവർക്ക് പൈസയൊന്നുമില്ല. പൈസയൊക്കെ വേണം. പൈസ കാണോ? എങ്കിൽ പിന്നെ നേരത്തെ നിങ്ങളെ 5ന്റെ പൈസ ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. നിങ്ങള് ബുധനാഴ്ച ഞാനേ എനിക്ക് ജോലിയാ UK ഞാൻ പോകും തിരിച്ച്. അവർക്ക് UK എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാലോ. അല്ല ഞാനേ ഒരാളെ കുളിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ രണ്ടുപേരുടെ അത് പറയാൻ വേണ്ടി വന്നു. രണ്ടുപേരുടെ തുണി കുടിക്കുന്ന ബാത്റൂമില് അത് പറയാൻ വേണ്ടി വന്നു വിളിച്ചു. ഞാൻ വരാം. ഞാനേ കൊച്ചു കുളിക്കാൻ കയറിയെന്ന്, ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. അയാളെ കുളിപ്പിച്ചിട്ട് വരാം. എന്ത് ചെയ്യാനെന്ന് പറയാ, രണ്ടും കൂടെ വെള്ളം കൂടി അടിക്കണം തോന്നുന്നു. ആന്നോ?